പുതുക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായി റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റാണ് റെയിൽവേ അധികൃതർ താഴിട്ട് പൂട്ടിയത്. കാലങ്ങളായി യാത്രക്കാർ ഉപയോഗിക്കുന്ന പാതയാണിത്. ഇതിന് സമീപത്തായി വാഹനങ്ങൾ നിർത്തുന്നതിന് സൗകര്യവും ഓട്ടോ സ്റ്റാൻഡും ഉള്ളതിനാൽ ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്കും ലഗേജുകൾ കൊണ്ടുപോകുന്നതിനും മറ്റും ഏറെ സൗകര്യപ്രദമായ വഴിയാണ് അടച്ചുപൂട്ടിയത്. ഇതുവഴി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് അകത്ത് കടക്കാൻ 24 പടികൾ കയറി ഇറങ്ങേണ്ടതുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ വീണ്ടും പടികളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി ഭിന്നശേഷിക്കാർക്ക് എളുപ്പത്തിൽ പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിയുന്ന പാത അടച്ചുകെട്ടിയത് പ്രതിഷേധാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ വർഗീസ് തെക്കേത്തല പറഞ്ഞു. പുതുക്കാട് റെയിൽവേ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഭിന്നശേഷിക്കാരായാലും വയസ്സായ ആൾക്കാരായാലും വയോജനങ്ങളായാലും സഞ്ചരിച്ചിരുന്ന ഒരു പാതയാണ് യാതൊരു മുന്നറിയിപ്പില്ലാണ്ട് അടച്ചുകെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് അടച്ചു കെട്ടുന്നതിന് മുന്നേ ഈ റെയിൽവേ മേലധികാരികൾ അറിയേണ്ടതായിരുന്നു ഈ സമൂഹത്തിലുള്ള ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ഇതിലൂടെ നടന്നു പോകാനുള്ള, സുഗമമായി നടന്നു പോകാനുള്ള ഒരു സഞ്ചാരപാത ഉണ്ടാക്കേണ്ടത്. ഈ സഞ്ചാരപാത മുഴുവൻ അടച്ചു കെട്ടി. ഇന്നിപ്പോൾ എന്നെ പോലുള്ള ഭിന്നശേഷിക്കാരൻ ഒരു വീൽ ചെയറോടേക്ക് വരികയാണെങ്കിൽ ഇതിലാണ് ഇറങ്ങിപ്പോയിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുതുക്കാട് നമ്മുടെ സെൻട്രലിൽ അവിടെ ചെന്ന ഒരു 12 സ്റ്റെപ്പ് ഞങ്ങൾ കയറി ഇറങ്ങണം. ഒരു 60% 70% അംഗവൈകല്യമുള്ള ഒരു ഭിന്നശേഷിക്കാരൻ വരണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും കൈ പിടിച്ചിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ ഒരു വീൽ ചെയറിൽ വരുന്ന വ്യക്തി എങ്ങനെയാണ് അങ്ങോട്ട് ഇറങ്ങി പോവുക? അത് റെയിൽവേ നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് പറയില്ലല്ലാണ്ട് ഭിന്നശേഷിക്കാരെ ദ്രോഹിക്കുന്ന ഒരു നടപടികളായിട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഈ റെയിൽവേരെ ഈ അടച്ചുകെട്ടൽ. അതേസമയം ഇരുചക്ര വാഹനങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് അതിക്രമിച്ച് കയറുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ ഗേറ്റ് അടച്ചുപൂട്ടിയതെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു. വൈകിയെത്തുന്ന യാത്രക്കാരെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഇതുവഴി പലതവണ ഇരുചക്ര വാഹനങ്ങൾ അപകടകരമായി ഓടിച്ചു കയറ്റിയതാണ് ഈ വഴി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. യാത്രക്കാർക്ക് ആവശ്യമായ സമയങ്ങളിൽ ഗേറ്റ് തുറന്നു നൽകാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റെയിൽവേയുടെ ന്യായം. അടച്ചുപൂട്ടിയ ഗേറ്റിന് സമീപത്താണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് ഏറെ നടക്കേണ്ടതിനാൽ കൂടുതൽ ലഗേജുമായി എത്തുന്ന യാത്രക്കാർ തൃശ്ശൂരിൽ ഇറങ്ങുന്ന സ്ഥിതിയാണെന്ന് ഓട്ടോ ഡ്രൈവറായ ബെന്നി പറയുന്നു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ അടച്ചു കെട്ടിക്കണ ഇത് കാരണം കൊണ്ട് അപ്പുറത്ത് ഇറങ്ങണ ആൾക്കാർക്ക് ലഗേജുമായിട്ട് വന്നിട്ട് സുഗമമായിട്ട് വരാൻ പറ്റണില്ലേ. അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ആ റോട്ടിൽ കൂടെയും വരാൻ പറ്റില്ല, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാരണം കൊണ്ട്. അപ്പോൾ വയസ്സായവർ ഈ ലഗേജും കൈപ്പിടിച്ച് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് എടുത്തു കൊണ്ടുവരാനാണ് പറയുന്നത്. അവരെന്നിട്ട് കൈ പിടിച്ച് ആ ചാലൊക്കെ ചാടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ. അത് കാരണം കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ പേര് ഇപ്പോൾ ഇവിടെ ഇറങ്ങണില്ല, തൃശ്ശൂരൊക്കെ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ വണ്ടി വിളിച്ചു പോരുന്നത്. കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴി അടച്ചുകെട്ടിയ നടപടി പുനഃപരിശോധിക്കണമെന്നും യാത്രക്കാർക്ക് സുഗമമായി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കണമെന്നുമാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഈ ഒരു വഴി റെയിൽവേ അധികൃതർ അടച്ചിട്ടിട്ട് ഏതാനും നാളുകളായി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന, ഭിന്നശേഷിക്കാരടക്കമുള്ള റെയിൽവേ യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ പാത അടച്ചുപൂട്ടിയത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയുമാണ്. അതേസമയം റെയിൽവേ അധികൃതർ പറയുന്നത് ഈ വഴി ഇരുചക്ര വാഹനങ്ങളടക്കമുള്ളവർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ്. ഏതായാലും വലിയ ദുരിതം പേറിയാണ് ഇപ്പോൾ ഇവിടെ എത്തുന്ന യാത്രക്കാരും ഒപ്പം ഭിന്നശേഷിക്കാർ അടക്കമുള്ളവർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നത്. തൊട്ടപ്പുറത്ത് 24 പടികൾ ഇറങ്ങി വേണം പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ. ഏതായാലും അധികൃതർ യാത്രക്കാരുടെ ഈ ഒരു പ്രശ്നം അടിയന്തരമായി നേരിൽ കണ്ട് പരിഹരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.